ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ലക്ഷ്മി ഒരിക്കലും അത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലാത്ത ഒരാളാണ്. അവരുടെ പാരൻസിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് അവരവിടെ അഡ്രസ്സ് ചെയ്തു. അവരൊരു ഇൻഡിപെൻഡന്റ് മദറാണ്. അവർക്കൊരു കുട്ടി വളർന്നു വരുന്നു. അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ പലതിനെയും അവർ വളരെ ശക്തമായിട്ട് നോക്കിക്കണ്ട ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്ന വുമൻസ് ഒക്കെ ഭയങ്കര കഷ്ടപ്പാടിലൂടെ തന്നെയാണ് വരുന്നത് തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, ഇപ്പം കഴിഞ്ഞ വർഷം അഭിഷേകിന്റെ കേസ് പറഞ്ഞു. അഭിഷേക് ഒരു മാസീവ് സപ്പോർട്ടിനെ കൊണ്ടാണ് വന്നത്. അതെങ്ങനെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ, അഭിഷേക് ഒപ്പോണന്റ് ആയിട്ട് നിന്നത് ഒരു ഗേ കമ്മ്യൂണിറ്റിക്കെതിരായിരുന്നു. അതുപോലെ തന്നെ ജാൻമണിയെ പോലുള്ള ഒരു ട്രാൻസ് വുമൻ അവിടുത്തെ അവരുടെ ഒരു പ്രതികരണവും രീതികളൊക്കെ പലർക്കും നെഗറ്റീവും പോസിറ്റീവും രീതിയിൽ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അഭിഷേകിനെ പോലെ ഒരു ആള് വയൽക്കാടിൽ വരുന്ന സമയത്ത് അവർക്കെതിരെ അവരോടുള്ള വിദ്വേഷം അവർ സംസാരിക്കുമ്പോൾ അയാൾക്കൊരു മാസീവ് കയ്യടി കിട്ടും. അയാൾ ആ ഒറ്റൊരു കാര്യം മാത്രം, എവിടെയും റോഹനോടായാലും ഇപ്പം നിങ്ങളൊക്കെ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് പറയുന്നതാണ്, അതായത് എവിടെയെങ്കിലും ആ ഷോയിൽ ആ LGBT കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റി LGBTQ അല്ലെങ്കിൽ 2 ജെൻഡർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സ്പേസിലൂടെ അല്ലാതെ അഭിഷേകിന്റെ ഒച്ച എവിടെയെങ്കിലും കേട്ടായിരുന്നു ആ ഷോയില് കഴിഞ്ഞ വർഷം? പക്ഷെ അത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ മാത്രമാണ് ആ വിഷയം പരാമർശിച്ചിട്ട് നിന്നിരുന്നത്. അതെ, ആ വിഷയമാണ് നമുക്ക് അഡ്രസ്സിങ് അഭിഷേക്. അല്ലാതെ അഭിഷേകിന് അവിടെ നമ്മൾ അല്ലാതെ ഒരു നോർമൽ കണ്ടസ്റ്റന്റ് പോലെ സാധാരണ രീതി പോയതല്ലാതെ അത് തുടർന്നുണ്ടായിരുന്നില്ല. കാരണം തുടക്കത്തെ ആ സമയത്ത് തുടർന്നുണ്ടാവാൻ മഞ്ഞക്കാട് കൊടുത്തു. ഈ സീസണിൽ ലക്ഷ്മി നടത്തിയ പരാമർശ സമയത്ത് അഭിഷേകിന്റെ കൈ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സംശയിക്കാൻ പറഞ്ഞുതരാം ഞാനത്. അഭിഷേകിന് ഒരു മാസീവ് അറ്റൻഷൻ വന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാസീവ് അറ്റൻഷൻ വന്നത് ഈ വിഷയത്തിൽ തന്നെയാണ്. അഭിഷേകിന് ആളുകൾ കണ്ടതും യെല്ലോ കാർഡ് കിട്ടുന്നത് വരെയും ഉള്ളത് അഭിഷേകിന് കിട്ടിയ സ്വീകാര്യത തന്നെയാണ്. അതേസമയം അതേപോലത്തെ ഒരു സാധനം ഇവിടെ പെണ്ണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരോ പ്രോപ്പറായിട്ട് പ്രൊപ്പഗൻഡ ഉണ്ടാക്കി പറഞ്ഞു വിട്ട ഒരു ഐറ്റം ആണ് ലക്ഷ്മി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോ എനിക്കറിയില്ല എന്താണെന്ന്, നിങ്ങള് പറഞ്ഞ പണി ചെയ്യുന്നോ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. അല്ല, പക്ഷെ അവിടെ ഓൾറെഡി വന്നു, ഫിലിം പ്രൊമോഷൻ വന്നു. ഇപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും സംഭാഷണം കാര്യങ്ങൾ നടക്കുക നമുക്ക് കാണാൻ പറ്റത്തില്ല, ചിലപ്പോ എഡിറ്റ് ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് അഭിഷേക് അവിടെ വന്നതിന്റെ വൈകുന്നേരം സംഭവിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് കാരണം അല്ല, ക്ലൂ കൊടുത്തതാ, അത് അഭിഷേക് ചെയ്യിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അഭിഷേക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്തിനിങ്ങനെ വെറുതെ നിൽക്കണെന്ന് ചോദിച്ചാൽ മതിയല്ലേ, എന്തിനിവിടെ വന്നത് നാണം കെടുത്താനാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വരുന്നത് പ്രതികരിച്ചിട്ട് വരുന്നത് ആന്റി ഇതായിട്ടല്ലോ, കമ്മ്യൂണിറ്റി ആകാമല്ലോ. ഇപ്പൊ അഭിഷേക് എങ്ങനെയാ വന്നത്? അത് പറഞ്ഞിട്ടാ വന്നത് ഓൾറെഡി. അഭിഷേക് ആന്റി LGBT കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനമൊന്നും അല്ല വെച്ചിട്ടുണ്ട്. ആളുടെ വരവിൽ എന്നെ വൈൽഡിൽ വരുമ്പോ തന്നെ ആദ്യമേ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. അതല്ല, അഭിഷേക് ആർട്ടിസ്റ്റ് എന്ന് തന്നെയാണ് അഭിഷേക് ആദ്യമേ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ലക്ഷ്മി ആർട്ടിസ്റ്റ് ട്രാക്ക് സംഭവമല്ല, അഭിഷേക് വന്നിട്ട് അത് പറയുന്നേ. അതാ പറഞ്ഞേ, ലക്ഷ്മിയോട് വന്നിട്ടും അങ്ങനെ സാധനം പറഞ്ഞിട്ടില്ല. മേ ബി അത് സിറ്റുവേഷൻ നോക്കി ഇരുന്നിട്ടുണ്ടാവും. അപ്പോഴേ അതിന്റെ ഇടയിലായിരിക്കും ഈ ഒരാഴ്ച കഴിഞ്ഞല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, നിന്ന് ഇത്രത്തോളം വലിയൊരു വിഷയത്തെ സംസാരിക്കുന്നു, അതായത് സമൂഹത്തിൽ നടക്കാത്ത അല്ലെങ്കിൽ വീട്ടിൽ കൊള്ളാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം മോശം പരാമർശം അല്ലെങ്കിൽ ഇതായി. ഇത് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നൂറ അതിൽ റിയാക്ട് ചെയ്യുന്നില്ല? ഇവർക്ക് വസ്തുത മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എന്റെ കയ്യിൽ വീഡിയോസ് ഫുൾ ഇരിപ്പുണ്ട്. അത് മുഴുവനും ഞാൻ എടുത്തു വെച്ച് നോക്കിയായിരുന്നു. അതായത് അവിടെ ടാസ്കിൽ ജയിച്ചിട്ട് കോയിൻ കിട്ടാത്തത് അക്ബറിന് മാത്രമാണ്. അപ്പൊ നൂറയും അക്ബറും കൂടെ അക്ബറിന് കോയിന് അക്ബർ കോയിന് വേണ്ടിയിട്ട് നൂറയുടെ അടുത്ത് പിന്നെ സോപ്പിടൽ നടത്തുക, വേറൊരു രീതിയിൽ സംസാരങ്ങൾ നടത്താണ്. അപ്പോൾ ഓരോന്ന് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തില്ല, എൻ്റെ തൊഴിലാളി യൂണിയൻ ഇങ്ങനെയാണ്. അതായത് അയാൾക്ക് എടുത്ത ക്യാരക്ടർ കർക്കശക്കാരനായിട്ടുള്ള ക്യാരക്ടറാണ്, സ്വാഭാവികമായിട്ട് ഇങ്ങനെ അയാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൂറയുടെ അടുത്ത് ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ ശരിക്കും പറഞ്ഞാൽ അക്ബറിന് നൂറ ശരിക്കും കാശ് കൊടുക്കണമായിരുന്നു. നൂറ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ തൊഴിലാളികൾ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ അക്ബർ ജോലി ചെയ്തില്ല, ചെയ്യാൻ നിന്ന ജോലിയെയും കൂടെ തടസ്സപ്പെടുത്താനാണ്. അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതാ ലക്ഷ്മിയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ച്, ഞാൻ നിന്റെ കയ്യെ പിടിച്ചു വെച്ചിരുന്ന, ഞാൻ നിന്റെ മടി കയറിയിരുന്നിരുന്ന എന്നൊക്കെ അക്ബർ ചോദിക്കുകയാണ്. അപ്പം ഇല്ല ഇങ്ങനെ എൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കുന്നതാണ്. അക്ബറിന്റെ ഒരുമാതിരത്തെ ഒരു വർത്താനം അത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടാതെ വന്ന സാഹചര്യത്തിൽ കിട്ടിയ അവസരം ലക്ഷ്മി
അക്ബറിനെ അടിക്കുകയാണ്. എന്തിനാണ് ഇവിടെ നൂറേനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ചോദ്യങ്ങൾ വന്നത്. നൂറയെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഒരു പുരുഷൻ വന്ന് അവളുടെ അടുത്ത് ചോദ്യം ചെയ്യണം. അപ്പൊ അത് അവൾക്ക് എന്തോ ഒരു കുറച്ചിൽ പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ അവളുടെ അടുത്ത് പോവാൻ പറ എന്ന് പറഞ്ഞിട്ട് കളയണം എന്നായിരുന്നു അവളുടെ തോട്ട്, ലക്ഷ്മിയുടെ തോട്ട്. അവള് നേരെ ഇവന്റെ അടുത്ത് അടിക്കാൻ പോകുന്ന സമയത്ത് ഇവന്റെ അടുത്താണ് ഈ പറയുന്നത് എന്തെന്ന്, ഇത് കണ്ടവളുമാർക്ക് വേണ്ടി വീട്ടിൽ പോലും കേട്ടാൻ കിട്ടാത്തവളുമാർക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവളുമാരാണെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയായിരുന്നു. അവളുമാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതിന്റെ ആവശ്യം, അവളെ സപ്പോർട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ ഒരു സാധനം, അതായത് പറഞ്ഞതിന്റെ മറുപടി പറയേണ്ടത് അക്ബറിനോടല്ല, അതിനെ ഇവരെ എടുത്തു വെച്ചിട്ടല്ലോ. അതാ പറഞ്ഞത്, അക്ബറിന്റെ അടുത്ത് പറയാണ് സ്വന്തം വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളത്തില്ല. അവന്റെ ഉമ്മ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വെളിയിൽ വൈറലായി വന്നത് ഓർമ്മയുണ്ടോ? അത് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ലക്ഷ്മി അക്ബറിനിട്ട് അത് അടിക്കുന്നത്. ഒരിക്കലും നൂറയോ ആദിലയോ ഇവിടെ നിന്ന് നെവിനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലായില്ല ഇത് എന്തിനാണ് പറയണത്. അതായത് അക്ബറും ഇവളും ആയിട്ടല്ലേ. പുറമേക്ക് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ആദില മറ്റുള്ള സംസാരിക്കുന്ന ആൾ, പിന്നെ നൂറ് അടുത്ത എപ്പിസോഡുകൾക്ക് നന്നായി സംസാരിക്കും, പക്ഷെ ആദില ഉരുളക്ക് പേര് മറുപടി കൊടുക്കുന്ന ഒരാളാണ്. ഈ ആദില കേട്ടിട്ട് എക്സ്പ്രഷനില് പുറത്തേക്ക് വരുന്ന സാധനം കുറച്ച് BGM കയറ്റിയിട്ട് അവള് വാക്കുകൾ ഇല്ലാതെ പതറിപ്പോയി. അല്ല, രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് മേ ബി അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് ഇവർക്ക് ഇമോഷണൽ ആയിട്ടുണ്ട് നേരത്തെ. ചിലപ്പോ ഇവള് പറഞ്ഞത് വിഷമമായിട്ട് തന്നെ ആയിരിക്കാം മേ ബി നോക്കിയിട്ടുണ്ടാ. ഞാൻ മനസ്സിലാക്കുന്നത് അവരത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എന്താ പറയണത് ആ ഒരു ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അല്ല എന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ഉമ്മ അത് അവതരിപ്പിച്ചത് കൊണ്ടിട്ടുള്ള റിയൽ ഇമോഷൻ തന്നെയാണ് അവള് കാണിച്ചത്. മുൻപത്തെ സീസണിൽ അഭിഷേക് പറഞ്ഞ സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അവൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്തിട്ടുള്ള സീന ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇത്രയും പേരുണ്ട് അല്ലെ, ഇവരെ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരോ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരോ എന്തു തന്നെ ആയിക്കോട്ടെ, ഇത്രയും പരസ്യമായിട്ടൊരു സാധനത്തിനെ അടച്ചാക്ഷേപിക്കുമ്പോ ഒരു പ്രതികരണം വരില്ലേ? പക്ഷെ ഇതില് തോന്നുന്നുണ്ടോ ഈ എഡിറ്റിൽ വേറെ എന്തൊക്കെയോ മിസ്സായിട്ടില്ല? ഇത് ശ്രദ്ധയില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവര് ചുമ്മാ അതിനും എന്തെങ്കിലും ചെയ്തതിനും പിടിച്ചതിനും അടിച്ചതിനും പിടിച്ചതിനും ഒക്കെ അടി കൂടുന്ന കൂട്ടരാണല്ലോ. അപ്പൊ ഇവര് പരസ്പരം തമ്മിൽ അടിക്കുന്നതെന്ന് ഇപ്പൊ ആരും തേർഡ് പാർട്ടി ചെന്ന് ഇടപെടാറും ഇല്ല, ചെന്ന് കേൾക്കാറോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനും റോഹനും തമ്മിലുള്ള ആ ഒരു അടി അതെങ്ങനെയോ അങ്ങ് പോയതാ. ബാക്കിയുള്ളവർ അത് അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ശ്രദ്ധിച്ചില്ല ആരും, ഈ വർത്താനം ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കും. ഇത് സംസാരിക്കുമ്പോഴായിരിക്കും, ഈ റെക്കോർഡ് ഉൾപ്പെടെ കാണിക്കുമ്പോഴായിരിക്കും ഓ ഇങ്ങനെ ഒരു പ്രസ്താവന വരെ ഇവിടെ നടന്നു എന്നുള്ളത് പലരും അറിയുന്നുണ്ടാവുക. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാവാത്തോണ്ടാണ് റിയാക്ട് ചെയ്യാതിരുന്നത്. അവിടെ ചോദിക്കും, ലാലേട്ടൻ എന്തായാലും ചോദിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി അഭിഷേകിന്റെ അടുത്ത് റിയാക്ട് ചെയ്ത മാതിരി വീട്ടിലുള്ള എല്ലാവരും റിയാക്ട് ചെയ്യും. ആ സമയത്ത് മനസ്സിലാവില്ല. ചോദിക്കുന്നത് അങ്ങനെ ഇവര് കേൾക്കുമ്പോ ഇപ്പൊ എന്താ വീണ് കിട്ടാന്ന് നോക്കിയിരിക്കുന്നവരാണ് എല്ലാവരും അല്ലെ, മറ്റേ ഇറച്ചികൃഷ്ണൻ കാത്തിരിക്കുന്ന പോലെ. ഇത്ര ചെറിയ കാര്യമല്ല, ഇത്ര വലിയ വിഷയം കിട്ടുന്ന സമയത്തും എന്താണെന്നുള്ളത് അത്രയും പക്ക ഒബ്സർവേഷനിൽ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇത് കണ്ടിട്ട് ആ രീതിക്ക് അല്ല എടുത്തെങ്കിൽ, ചോദിക്കുന്നതിന് മുമ്പ് ഇതിന്റെ സംഭാഷണങ്ങളോ കാര്യങ്ങളോ വേറെ നടന്നിട്ട് അതിന്റെ ഒരു വാൽകഷ്ണമായിരുന്നു ഇത്. അല്ല, അതുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് പറയാൻ കാരണം. ഇതിനു മുമ്പ് വേദലക്ഷ്മി വന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവരിങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഇരുന്നുകൊണ്ട് പറഞ്ഞ് എല്ലാവരും കൺഫെഷൻ റൂമിൽ വരെ പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ വെച്ച് ബ്രേക്ക് ആവുകയാണ്. വന്നപ്പോൾ തന്നെ വേദലക്ഷ്മി ഈ സംസാരമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിലെ നൂറേം കൃത്യമായിട്ട് ഉരുളക്കുപ്പേരി പോലെ മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച സമയത്ത് ആ ഒരു ടോപ്പിക്ക് കട്ടാവുകയാണ്. പിന്നെ അവിടെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു എന്നുള്ളതാണ് നമ്മളെ ബലമായ വിഷയം. അത് അഭിഷേക് ശ്രീകുമാർ വന്നതിന് ശേഷം സംഭവിച്ചതാണ്. പക്ഷെ ആള് വന്നത് കൊണ്ട് പേരില് അതാണെന്ന് കണക്ട് റോഹ, നീ നിന്റെ ഫ്രണ്ടിനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ പറയാനുള്ള കാര്യം കൃത്യമായി പറയും. നമുക്ക് ആരും സൗഹൃദങ്ങൾ വ്യക്തിപരവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഇരുന്ന പോലെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരുന്ന ആൾ മാത്രമാണ്. പക്ഷെ ഇന്ന് ഓൾറെഡി നിന്നുള്ള വീഡിയോയില് ഉണ്ടായിരുന്നു അഭിഷേക് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് വാക്കാൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇതിനെ പറ്റിയുള്ള ചർച്ച ഉണ്ടായിരുന്നു. ഈ സ്റ്റാർട്ടിങ് വേദലക്ഷ്മി വന്നതിന് ശേഷം പിന്നെ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നിട്ടില്ല. വരാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതാണെങ്കിലോ രാവിലെ ഒരു പ്രൊമോഷൻ വന്നതിന് ശേഷവും എനിക്കത് അങ്ങനെ തോന്നുന്നുള്ളൂ. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്. ഒബ്വിയസ്ലി അതിനകത്ത് പലതും നടന്നിട്ടുണ്ടാവും.